കൊല്ലം നഗരത്തിലെ വിവിധയിടങ്ങളിൽ വൈദ്യുതി മുടങ്ങി 25 മിനിറ്റോളമാണ് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടത്. അല്പസമയം മുൻപ് നിർദ്ദേശം ലഭിച്ചെന്നാണ് KSEB ഉദ്യോഗസ്ഥർ പറയുന്നത്. KV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, പുതിയ സർക്കാരാണ്, ഇതിപ്പോൾ ഈ അപ്രഖ്യാപിത പവർ കട്ടാണോ, അങ്ങനെ വിളിക്കാമോ നമുക്ക്? എന്താണ് ജനം പറയുന്നത്? KSEB ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നത് എന്താണ്? അതായത് റോഷ്നി, 10 മണി മുതലാണ് കൊല്ലം നഗരത്തിൽ വിവിധയിടങ്ങളിൽ 25 മിനിറ്റ് വീതം കറണ്ട് കട്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. KSEBക്ക് നമ്മൾ കണ്ടോൺമെന്റ് KSEB സ്റ്റേഷനിൽ ഉൾപ്പെടെ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ സബ്സ്റ്റേഷനിൽ നിന്ന് 9:55-ന് ഇത്തരത്തിൽ നഗരത്തിൽ ഫീഡറുകൾ 25 മിനിറ്റ് വീതം ഓഫാക്കി വൈദ്യുതി നിയന്ത്രിക്കണം എന്നൊരു നിർദ്ദേശം ലഭിച്ചു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് ഈ വൈദ്യുതി ഓവർലോഡ് ആവുന്നതിന്റെ ഭാഗമായി ഉള്ള നിയന്ത്രണം എന്നാണ് ഔദ്യോഗികമായി പ്രാദേശികമായി KSEB ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു വിശദീകരണം. എന്തായാലും നഗരത്തിൽ 10 മണി മുതൽ 25 മിനിറ്റ് വീതം വിവിധ ഫീഡറുകൾ ഓഫാക്കിക്കൊണ്ട് വൈദ്യുതി നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഔദ്യോഗികമായി ഈ നിയന്ത്രണത്തിന്റെ കാരണം സംബന്ധിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. പക്ഷേ നഗരത്തിൽ ഒരു അപ്രഖ്യാപിത പവർ കട്ടിന് സമാനമായ രീതിയിലുള്ള വൈദ്യുതി നിയന്ത്രണം 10 മണി മുതലുണ്ട്. സബ്സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശമനുസരിച്ചാണ് KSEBയുടെ സ്റ്റേഷനുകളിൽ ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പാടാക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. അങ്ങനെയാണ് നഗരത്തിലെ വിവിധ ഫീഡറുകൾ ഓഫാക്കിക്കൊണ്ട് 25 മിനിറ്റ് വീതം വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി നിലവിൽ നിയന്ത്രിച്ചു വരുന്നത്. 10 മണി മുതലാണ് ഈ നിയന്ത്രണം ആരംഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. 9:55-നാണ് സബ്സ്റ്റേഷനിൽ നിന്ന് വിവിധ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രിക്കണം, ഫീഡറുകൾ ഓഫാക്കണമെന്ന നിർദ്ദേശം ലഭിച്ചു തുടങ്ങിയത്. തുടക്കത്തിൽ ലഭിച്ചൊരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നഗരത്തിൽ വിവിധയിടങ്ങളിൽ വൈദ്യുതി നിയന്ത്രിച്ചതെന്നാണ് നമുക്ക് KSEBയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം ആദ്യമായാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു വൈദ്യുതി നിയന്ത്രണം വരുന്നത്. ഇതിന്റെ കാരണം സംബന്ധിച്ച് ഇനി ഔദ്യോഗിക വിശദീകരണം ഉൾപ്പെടെ വരാനുണ്ട്. ഈ കൊല്ലത്ത് മാത്രമാണോ മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. എന്തായാലും കൊല്ലം നഗരത്തിൽ 10 മണി മുതൽ 25 മിനിറ്റ് വീതം വൈദ്യുതി നിലവിൽ നിയന്ത്രിച്ചു വരുന്നുണ്ട്. വിവിധ ഫീഡറുകളാണ് സബ്സ്റ്റേഷനിലെ നിർദ്ദേശം അനുസരിച്ച് ഓഫാക്കിക്കൊണ്ടിരിക്കുന്നത്. റോഷ്നി, കൊല്ലത്ത് നിന്ന് ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വൈദ്യുതി വിച്ഛേദനവുമായി ബന്ധപ്പെട്ട് നാളെ പകൽ വകുപ്പിൽ നിന്നോ മറ്റോ വല്ല പ്രതികരണം വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം.